പി.വി. അൻവറിന്റെ കക്കാടംപൊയിലിലെ പാർക്കിലെ തടയണ പൊളിക്കാൻ കോഴിക്കോട് കൂടരഞ്ഞി പഞ്ചായത്ത് റീടെൻഡർ വിളിച്ചു. തടയണ പൊളിക്കാൻ ജില്ലാ കലക്ടർ ഉത്തരവിട്ട് 2 മാസം കഴിഞ്ഞാണ് CPM ഭരിക്കുന്ന പഞ്ചായത്തിന്റെ നടപടി. വിവരങ്ങളുമായി മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട്. അസ്ലം, ഈ ഇത്ര സമ്മർദ്ദ സമയത്ത് അൻവറിനെ പൂട്ടുക എന്നുള്ളത് തന്നെയാണോ CPM ഭരിക്കുന്ന ഈ പഞ്ചായത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത്? പക്ഷേ അതിനപ്പുറത്തേക്ക് കലക്ടർ 2 മാസമായി ഉത്തരവിട്ടിട്ട് നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ധന്യ, PVR നാച്ചുറൽ റിസോർട്ട് PV അൻവറിന്റെ ഉടമസ്ഥയിലായിരുന്ന സ്ഥാപനം ഇപ്പോൾ സാങ്കേതിക അദ്ദേഹത്തിന്റെ ഉടമസ്ഥയിൽ അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഉടമസ്ഥയിലെന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിനെതിരെ തുടർച്ചയായ നടപടികളും കോടതി വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായി വരുന്നതാണ്. അതേസമയം ഒരു അനുകൂലമായ സമീപനം അല്ലെങ്കിൽ ഒരു അനുഭാവപൂർവമായ സമീപനമാണ് കൂടരഞ്ഞി പഞ്ചായത്ത് സ്വീകരിച്ചു പോരുന്നത്. എന്നാൽ ഇപ്പോൾ CPM-നെ വെല്ലുവിളിച്ച് തന്നെ LDF-ൽ നിന്നും PV അൻവർ പുറത്തായതിന് പിന്നാലെയാണ് റീടെൻഡർ നടപടികൾ വേഗത്തിലാക്കാൻ ഇപ്പോൾ CPM-ന്റെ നേതൃത്വത്തിലുള്ള കൂടരഞ്ഞി പഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുന്നത്. ജൂലൈ 25-നാണ് ജില്ലാ കളക്ടർ ഉത്തരവിട്ടത്. അന്വേഷണം വലിയ നടപടികളൊന്നും ഉണ്ടായില്ല. ആദ്യം ഒരു ടെൻഡർ നടപടി ഉണ്ടെങ്കിലും ആരും അത് ഫോളോ അപ്പ് ചെയ്യാത്ത കാരണം ആരും പങ്കെടുത്തിരുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചേർന്ന കൂടരഞ്ഞിയിലെ CPM നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി റീടെൻഡർ തീരുമാനിച്ചിരിക്കുന്നു. അതിനകത്തുള്ള PVR നാച്ചുറൽ റിസോർട്ടിനകത്തുള്ള 4 തടയണകൾ പൊളിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരമൊരു നടപടിയിലേക്ക് പോയിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ജനുവരിയിൽ തന്നെ ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഉത്തരവിട്ടതാണ്. ഒന്നുകിൽ അതിൻ്റെ ഉടമ പൊളിച്ചു മാറ്റുക, അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനം പൊളിച്ചു മാറ്റി ഉടമയിൽ നിന്നും പണം ഈടാക്കുക എന്ന കാര്യം. അതിൽ നടപടി വൈകിയാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. എന്തായാലും ഈ PV അൻവർ CPM-യുമായി തെറ്റിയതിൻ്റെ പശ്ചാത്തലത്തിൽ നടപടി കുറച്ചുകൂടി കർശനമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു എന്ന് മനസ്സിലാക്കുന്നു. ഇനി റീടെൻഡറിൽ ആളുകൾ വന്നാൽ ഉടൻ തന്നെ ഈ തടയണ പൊളിക്കൽ നടപടിയിലേക്ക് പോകും. ഇതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ അന്തിമ അനുമതി സംബന്ധിച്ചുള്ള ഫയലുകൾ മുഖ്യമന്ത്രിക്ക് മുന്നിൽ എത്തിയിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ഇന്നലെ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പൊതുസമ്മേളനത്തിൽ അല്പസമയം നടത്തിയ വാർത്താസമ്മേളനത്തിലും PV അൻവർ പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അതിലും എന്ത് നിലപാട് സർക്കാർ സ്വീകരിക്കും എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ.